സഭയ്ക്ക് വേണ്ടി, ഈ പള്ളിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ ആർക്കെങ്കിലും ഒരു ധനസഹായം ചെയ്യുമ്പോൾ, എന്തെങ്കിലും നമ്മൾ ഒരു സഹായം ഒരു സമൂഹത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ കയറി വരുന്നൊരു കാര്യമാണ്, ഞാനൊരു നല്ലവനാണ്, ഒരു ദാനശീലനാണ്, ഈ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കും, മറ്റുള്ളവരെക്കാട്ടിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നവനാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കയറി വരുന്നത്. പുറമേ നമ്മൾ വെള്ള വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരുന്ന ഒരു എളിമയുടെ കുഞ്ഞാടായിരിക്കും, പക്ഷേ ഇത് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇത് മറ്റൊരാൾക്കും അറിയില്ല, ദൈവത്തിനും നിനക്കുമല്ലാതെ വേറെ ഒരു വ്യക്തിക്കും അറിയാത്തൊരു കാര്യമാണ്. അവിടാണ് നമുക്ക് മാറ്റം വരേണ്ടത്. ക്രിസ്തു വളരണം, നമ്മൾ ചെറുതാകണം. അതിന് ഏറ്റവും നല്ല ഒരു വഴി ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ കൂടെ നമ്മുടെ ഓരോ കാര്യങ്ങളും, ഓരോ ആഴ്ചയിലും നമ്മൾ കുർബാന കൊള്ളുമ്പോൾ ഓരോ ആഴ്ചയിലും നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ചില കുറവുകളുണ്ട്, ചില ബലഹീനതകളുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്. ഇതെല്ലാം ഇറക്കി വെക്കുന്ന ഒരു ഇടമാണ് വിശുദ്ധ കുർബാന. പണ്ടൊക്കെ എന്നോട് ആരെങ്കിലും ചോദിക്കും ഏറ്റവും ബോറടിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, പള്ളിയിൽ പോകുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുമാണ്. അന്ന് എനിക്ക് തികച്ചും വളരെ ബോറടിയായി. പക്ഷേ ജീവിതം എന്നെ പഠിപ്പിച്ചു, കർത്താവ് എന്നെ വിശുദ്ധ കുർബാനയുടെ മഹത്വം പഠിപ്പിച്ചു. നമ്മൾ കർത്താവിനോട് കൂടുതൽ